ഹലോ, ജംബോ പ്ലംബിംഗ് ആൻഡ് വയറിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരുപാട് വീഡിയോസിൽ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ്. പക്ഷേ എന്നാലും നമ്മൾ ഇപ്പോൾ അപ്ഡേഷൻ ആയിക്കൊണ്ടിരിക്കുന്ന എന്ന് പറയാൻ പറ്റില്ല. എന്നാലും മുമ്പായിട്ട് ഇറങ്ങിയ പൈപ്പാണ്. നമ്മൾ PPRനെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. പക്ഷേ ഇപ്പോഴും നമ്മളെ ഒരു വിഭാഗം ആളുകൾ, വിഭാഗം എന്നല്ല, ഒരു 50% ആളുകൾ തന്നെ ഇതിലേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ്. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രായോഗികമായിട്ട് ഇത് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണോ എന്നും അറിയില്ല, അതോ ഇതിൻ്റെ പൈപ്പിൻ്റെ വില കൂടുതൽ കൊണ്ടാണോ എന്നൊന്നും അറിയില്ല. അപ്പോൾ അതിൻ്റെ വിശദമായിട്ട് ഇതിൻ്റെ ഒരു പരിചയപ്പെടുത്തലാണ്. അതുപോലെ തന്നെ വീഡിയോ നമ്മൾ ഇതിൻ്റെ ഒരു ഡെമോ കൂടി കാണിക്കുന്നുണ്ട്. നമുക്ക് എങ്ങനെയാണിത് ഒട്ടിച്ച് കഴിഞ്ഞാൽ എത്ര സെക്കൻഡ് കൊണ്ട് ഇത് മെൽറ്റാവും, ഇത് മെൽറ്റായി കഴിഞ്ഞാൽ ഇതിൻ്റെ ആ സ്ട്രെങ്ത് എങ്ങനെയായിരിക്കും എന്നൊക്കെ അതിനെക്കുറിച്ചുള്ളൊരു വിശദമായിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് പ്രൊഡക്റ്റിനൊന്ന് പരിചയപ്പെടാം. ഇതൊരു പ്രൊമോഷൻ വീഡിയോ ആയിട്ട് ഒരിക്കലും നിങ്ങൾ കാണണ്ട. കാരണം നമ്മൾ എടുക്കുന്ന പൈപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പല കമ്പനീൻ്റെ പൈപ്പുകളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലേറ്റസ്റ്റായി വന്നിട്ടുള്ളതാണ് നമ്മളെ ഒരു പൈപ്പ്. അപ്പോൾ ഇതൊരു മൾട്ടി ലെയർ ആയതുകൊണ്ട് നമ്മളിത് മുമ്പ് ഇതിനെ പരിചയപ്പെടുത്തിയിരുന്നു. ഇത് KPTയിൽ വരുന്ന ഒരു പൈപ്പാണ്. സുപ്രീമിലും നമ്മൾ ചെയ്തിട്ടുണ്ട്, സുപ്രീമിനും നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ സുപ്രീമിൽ മൾട്ടി ലെയർ വരുന്നില്ല. അപ്പോൾ മൾട്ടി ലെയർ വരുന്ന ഒരു കമ്പനിയാണ് ഈ KPT. അപ്പോൾ അതിൻ്റെ A to Z സാധനങ്ങൾ നമ്മളെ കയ്യിൽ ഇപ്പോൾ കൈവശമുണ്ട്. അതായത് ഇതൊക്കെ നമ്മൾ വർക്കിന് ഉപയോഗിക്കുന്നതായിട്ടുള്ള സാധനങ്ങളാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, അഡാപ്റ്റർ ഇത് 1 ഇഞ്ചാണ് വരുന്നത്. അതുപോലെ തന്നെ 1 ഇഞ്ചിൻ്റെ T വരുന്നുണ്ട്. ഇവർക്ക് യൂണിയൻ വരുന്നുണ്ട്. യൂണിയൻ ഇതുപോലെ തന്നെ ബ്രാസിലും യൂണിയൻ വരുന്നുണ്ട്. അതുപോലെ വാൽവുകൾ വരുന്നുണ്ട്. 1 ഇഞ്ചിൽ വരുന്നുണ്ട്, 3/4 ഇഞ്ചിൽ വരുന്നുണ്ട് വാൽവുകൾ. അതുപോലെ തന്നെ ബെൻഡ്, ഓഫ്സെറ്റ് ബെൻഡ് വരുന്ന ഒരു മോഡലാണ് ഈ വരുന്നത്. പിന്നെ വരുന്നത് RD, അതുപോലെ FTA, MTA, എല്ലാ സാധനങ്ങളും ഇവർക്ക് വരുന്നുണ്ട്. ഇത് 1:1 വരുന്നത്. അപ്പോൾ നമുക്ക് റെഡ്യൂസിങ് ആയിട്ടുള്ള എന്ത് സാധനങ്ങളും ഈ പ്രൊഡക്റ്റിൽ വരുന്നുണ്ട്. പിന്നെ ഈ KPTയുടെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ ക്വാളിറ്റിയാണ്. അതിൽ കൂടാതെ ഇതിൻ്റെ വാൾ തിക്നെസ് നിങ്ങളൊന്ന് നോക്കുക. അത്രയും വാൾ തിക്നെസ്സാണ് ഇതിനുള്ളത്. അപ്പോൾ മാക്സിമം നമുക്ക് ഇതുകൊണ്ട് ചെയ്യാൻ പറ്റിയാൽ, ഒരു ക്ലയൻറ്റിന് ഇത് എടുത്ത് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു തലവേദന ഇല്ലാത്തൊരു പണി എന്ന് തന്നെ പറയാം. അൺബ്രേക്കബിൾ ആണ്, പിന്നെ നോൺ ടോക്സിക് ആണ്, ഹൈജീനിക് ആണ്, എല്ലാം കൊണ്ടും. അതായത് നമ്മൾ എക്സ്പീരിയൻസിൻ്റെ പുറത്താണ് നമ്മൾ ഉടനെ എടുത്തിട്ടൊരു വീഡിയോ എടുത്തിട്ട് ഈ പൈപ്പ് നല്ലതാണെന്ന് പറയല്ല. നമ്മൾ ഉപയോഗിച്ച് അതിൻ്റെ ഫീഡ്ബാക്ക് കിട്ടിയതിന് ശേഷമാണ് ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് നമ്മൾ ഇങ്ങനെ പരിചയപ്പെടുത്തുന്നത്. പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ പല ആളുകളും ഇപ്പോഴും പൈപ്പ് എഴുതുമ്പോൾ ഒന്നുകിൽ PVC അല്ലെങ്കിൽ CPVC അതാണ് ഇപ്പോഴും ചെയ്യുന്നത്. 100-ൽ 80% കടകളിലേക്ക് പോകുന്നത് CPVCയും PVCയാണ്. അപ്പോൾ ഷോപ്പുകാരോട് നമ്മൾ ചോദിക്കുമ്പോൾ അവർ പറയും എൻക്വയറി ഇല്ല. നിങ്ങൾ 1-2 ആളുകൾ, എണ്ണപ്പെട്ട ആളുകളാണ് ചോദിക്കുന്നത്, ബാക്കിയുള്ള ആരും ചോദിക്കുന്നില്ല. ഇതിന് എൻക്വയറി ഇല്ല. അപ്പോൾ ഈ എൻക്വയറി ഇല്ലാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ഇത് പഠിക്കാനുള്ള ഒരു താല്പര്യക്കുറവുണ്ടായിരിക്കും. അതല്ലെങ്കിൽ ഇനി ഇത്രയും ഇതായിട്ട് നമ്മൾ എങ്ങനെയാണ് ഒരാളോട് ചോദിച്ച് പഠിക്കുക എന്നുള്ളൊരു പ്രശ്നങ്ങളും ഉണ്ടാവും. അപ്പോൾ ഇത് പഠിക്കാനുള്ളൊരു അവസരം ഈ KPT തന്നെ നിങ്ങൾക്ക് ഒരുക്കി തരുന്നുണ്ട്. വേണമെങ്കിൽ നിങ്ങളെ വീട്ടിൽ വന്ന് ടെസ്റ്റ് മെറ്റീരിയൽ ഉണ്ട്. ആ ടെസ്റ്റ് മെറ്റീരിയലും കൊണ്ട് നിങ്ങളുടെ വീട്ടിൽ വന്നുകൊണ്ട് അവർ നിങ്ങൾക്ക് ഈ ഫ്യൂഷൻ വെൽഡിംഗ് എന്നാണ് ഇതിന് പറയുക. PPR വെൽഡിംഗ് എന്ന് പറഞ്ഞാൽ അതിന് ഫ്യൂഷൻ വെൽഡിംഗ് എന്നാണ് ഇതിൻ്റെ ഒരു പേര്, അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഈ മെഷീനും ഡൈയൊക്കെ ആയിട്ട് വന്ന അവർ നിങ്ങൾക്ക് ഇതിനെ പരിചയപ്പെടുത്തി തരും. ഈ പൈപ്പിനെയും പരിചയപ്പെടുത്തി തരും. ഈ വർക്ക് എങ്ങനെ ചെയ്യേണ്ടതെന്നും നിങ്ങൾക്ക് കാണിച്ചു തരും. ഇതിൻ്റെ എല്ലാവിധ കാര്യങ്ങളും, ഇത് പൈപ്പിൻ്റെ ക്വാളിറ്റിയും
മെറ്റീരിയൽ എന്തുകൊണ്ടാണ് നിർമ്മിച്ചതെന്നൊക്കെ വിശദമായിട്ട് അവർ പറഞ്ഞത്. ഒരുപാട് പ്രാവശ്യം ഇതിൻ്റെ വീഡിയോസൊക്കെ കാണിച്ചതാണ്. എന്നാലും ഇനിയും ഒരുപാട് ആളുകൾ നമ്മളോട് ചോദിക്കലുണ്ട്, പിന്നെ PPR എങ്ങനെയാണ് ചെയ്യുക, എങ്ങനെയാണ് നമുക്ക് എടുത്ത് വർക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ടെന്നൊക്കെ ഒരുപാട് ചോദിക്കലുണ്ട്. അപ്പോൾ അവർക്കും കൂടി വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിത് സിമ്പിളാണ്, വളരെ കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളാണ്. ഇതിനെ ഒരു ഗൗരവമായിട്ട് കാണേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ ഇത് ഒരു 45 ആണ്. നമ്മളിപ്പോൾ ഇത്ര നമ്മളിതിൽ ചെയ്യുന്നുള്ളൂ. ഈ ഫീമെയിലേക്ക് നമ്മളെ എൽബോ കയറ്റി വെക്കുന്നു, ഈ പൈപ്പ് ഈ സൈഡിലും വെക്കുന്നു. അപ്പം നല്ല ചൂട് 260 ഡിഗ്രി ആണ് ഇതിൻ്റെ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞത്. ചിലർ 270 എന്ന് പറയും. 260 മതി നമുക്ക്. അപ്പോൾ ഇതൊന്ന് കയറാൻ വേണ്ടി ഒന്ന് തിരിച്ചാൽ മതി, പിന്നെ തിരിക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ നമ്മളൊരു പൈപ്പ് നല്ല ഹീറ്റായി നിൽക്കുകയാണ്. ഇപ്പോൾ ഇത് ഇത്രേ ഇതിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മൾ ഇനിയിപ്പോൾ ഈ ടൈം വരെയൊക്കെ നമുക്ക് ഇതിങ്ങനെ പിടിച്ച് നിൽക്കാം, അതുകൊണ്ട് കുഴപ്പമില്ല. ഇനി നിങ്ങൾ വളരെ ശ്രദ്ധിച്ചോളി. ഇതിങ്ങനെ നേരെ ഇതിലേക്ക് ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇത് ഒട്ടി, അതായത് 260 അഥവാ 270 ഡിഗ്രി ഹീറ്റിങ്ങിലാണെങ്കിൽ നമുക്കൊരു 10 സെക്കൻഡൊക്കെ പുറത്ത് ഹോൾഡ് ചെയ്ത് നിർത്തുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇത് ഒട്ടി. ഇതിനി ഒട്ടിക്കഴിഞ്ഞാൽ, അതായത് നല്ല ചൂടായി കഴിഞ്ഞാൽ ഇത് ലെങ്ത്ത് കൂടുതലാണെങ്കിൽ നമ്മൾ ആ തണുക്കുന്ന വരെ ഇതിനൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. അതല്ലെങ്കിൽ ഇതാ വളഞ്ഞ് നിൽക്കുന്ന രീതിയിൽ തന്നെ നിൽക്കുള്ളൂ. അപ്പോൾ ഇനി ഈ സാധനം നമുക്കൊരു പൈപ്പ് റഞ്ച് ഇട്ടിട്ട് ഒന്ന് പിടിച്ചു നോക്കാം പരീക്ഷണത്തിന്. അപ്പോൾ ഇവിടെ ഇത് വെൽഡായി. അപ്പോൾ സ്വാഭാവികമായിട്ടും വെൽഡായ ഭാഗത്താണ് ലോഡ് വരിക. ഇനി ഇവിടെ എത്ര ലോഡ് വന്നാലും ഈ സാധനം ഈ ലോഡ് എടുക്കും. ഈ ഫ്യൂഷൻ വെൽഡിങ് ലോഡ് എടുക്കും. ഇവിടെ പൊട്ടുന്ന ഒരു പ്രശ്നം തന്നെ ഉണ്ടാവില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സിങ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഉള്ളിലേക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ആ ഉള്ളിലും അതുപോലെ തന്നെ ഉരുകി വന്നിട്ട് ഒട്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനി രണ്ടാമത്തെ ഒരു ടെസ്റ്റും കൂടി നമുക്ക് നടത്താം. അപ്പോൾ രണ്ടാമത്തെ ഒരു പൈപ്പ് നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മളെ പൈപ്പിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു, മൾട്ടി ലെയറാണ്, ഒരു MFT ടെക്നോളജിയാണ്. ഈ കറുത്ത ലെയർ കറുപ്പല്ല, ശരിക്കും അത് ഗ്രീൻ കളറാണ്, ഡാർക്ക് ഗ്രീനാണ് ഉള്ളിൽ വരുന്നത്. ഇതിൻ്റെ പുറത്ത് ഈ ഗ്രീൻ കളറുമായി തന്നെ ഉള്ളിലുള്ളത് ഇതൊരു ഗ്രീൻ കളറാണ്. കമ്പനി അതാണ് പറയുന്നത്. ഉള്ളിലുള്ളത് ഈ വൈറ്റ് ഒരു MFT കോട്ടിംഗ് ആണ്. അതുകൊണ്ട് ഫ്ലോക്ക് പൈപ്പിന് വെള്ളത്തിന് നല്ല ഫ്ലോ ഉണ്ടാവും. അപ്പോൾ ഇനി നമുക്ക് ഒന്നുകൂടി നോക്കാം. അപ്പോൾ ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ പീസ് എടുക്കുന്ന ഇത് അതിലേക്ക് വെക്കുന്നത്, ഞാനും തുടക്കത്തിലാണെന്ന് നിങ്ങൾ വിചാരിച്ചാൽ മതി. അതായത് ഞാനിത് ട്രയൽ അടിക്കുകയാണ്, പരീക്ഷിക്കുകയാണ്. അപ്പോൾ അത് ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കയറും. അപ്പോൾ ഉരുകിയാൽ നമുക്കറിയും, ഉരുകിയാൽ അത് പെട്ടെന്ന് ലൂസാവും. ഈ നമ്മളെ ഈ എൽബോ ഇപ്പോൾ നല്ല ടൈറ്റാണ്, പക്ഷേ ഇത് ഉരുകിക്കഴിഞ്ഞാൽ ഈ എൽബോ ലൂസാവും. അതേമാതിരി ഉരുകിക്കഴിഞ്ഞാൽ പൈപ്പ് ലൂസാവും. അതാണ് നമ്മളെ ഇതിനെ തിരിച്ചറിയാനുള്ള ഒരു ഉപാധി. ഇത് കണ്ടോ, ഇപ്പോൾ ഇത് ചൂടായി, ഇത് ലൂസായി, പൈപ്പ് ചൂടായി, ഇത് ലൂസായി. ഇത് രണ്ടും നമ്മൾ എടുക്കുന്നത്, നമ്മൾ നേരെ ഇങ്ങനെ പിടിക്കുന്നു, ഇങ്ങനെ ഒട്ടിക്കുന്നു. ഇപ്പോൾ ഇത് തിരിക്കാനും മറിക്കാനൊക്കെ പറ്റും. ഈ 10 സെക്കൻഡിനുള്ളിൽ ഒരു ചെറിയ ടെസ്റ്റിംഗ് ഒക്കെ നടക്കും. പക്ഷേ ഇത് മെൽറ്റായി കഴിഞ്ഞാൽ ഒരിക്കലും എന്താക്കാൻ കഴിയില്ല, നമുക്കിത് ഇവിടെ തിരിക്കാനോ പിടിക്കാനോ പറ്റില്ല. അതോ ഇപ്പോൾ ഇവിടെ ചൂടുണ്ട്. ഈ സമയത്തൊക്കെ നമ്മൾ ഇതിന് ലെങ്ത്ത് കൂടുതലാണെങ്കിൽ അവിടെ ഇത് തണുക്കാൻ ഒരു ടൈം കൊടുക്കുന്നവരെ കിട്ടുന്നവരെ നമ്മളിത് ഫോൾഡ് ചെയ്ത് നിർത്തണം. അതുപോലെ തന്നെ നമ്മൾ ഓട്ട അടക്കുന്ന ഒരു പരിപാടി നമ്മൾ കാണിച്ചിരുന്നു. അതിൻ്റെ ഡൈ ആണ് ഈ ഡൈ. നമ്മളെല്ലാ ഡൈ ഒരുമിച്ച് ഫിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പൈപ്പിൽ ഹോൾസ് വീണ് കഴിഞ്ഞാൽ എങ്ങനെയാണിത് ഹോൾസ് അടക്കുകയെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഇതിന് ഉപയോഗിക്കുന്ന കട്ടറുകളാണ് കേട്ടോ. ഈ കട്ടറുകളൊക്കെ ഇതെല്ലാം നമ്മൾ PPR കട്ടറുകളാണ്. PPR ട്യൂബിൻ കട്ടർ എന്നാണ് ഇതിന് പറയുക. 1.5 ഇഞ്ച് വരെ കട്ട് ചെയ്യാൻ പറ്റുന്ന കട്ടറുകളാണ്. 1 ഇഞ്ച് വരെ നമുക്ക് ആവശ്യം ഉണ്ടാവില്ലുള്ളൂ. ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന കട്ടറുകളാണ്. അപ്പോൾ ഇത്
ഞാൻ ഈ പീസ് ഇതിമെന്നൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. നിങ്ങൾക്ക് ഡെമോൻ്റെ ഭാഗമായിട്ട് നമുക്ക് 1 ഇഞ്ചിൽ തന്നെ ഒന്ന് അടിച്ച് നോക്കാം. ഈ ജസ്റ്റ് ചെറിയൊരു പീസാണല്ലോ കേട്ടോ. ഒരു ഹോള് നമ്മളിതിലിടുകയാണ്. ഇനി പൈപ്പിൽ തന്നെ ഇടണമെന്നില്ല, ഇനിയിപ്പോൾ ഫിറ്റിങ്സ് തന്നെ ആക്കിക്കോട്ടെ, ഫിറ്റിങ്സ് തന്നെ ആയി നോക്കിക്കോളി. ആശേരി അടിച്ച് അല്ലെങ്കിൽ വേറെ ഫാബ്രിക്കേഷൻ്റെ ആരെങ്കിലും അടിച്ചു ഹോളായി പൈപ്പ് ലീക്കായി എന്ന് കൂട്ടുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് ഡൈ ഇപ്പോൾ ഇത് ഇവിടെയാണ് ഫിറ്റാക്കൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഭാഗം എന്ത് ചെയ്യുന്നു, ഇതിലേക്ക് അടുപ്പിച്ച് വെക്കുന്നു. ഇതിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇത് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക. ചൂടായി കഴിഞ്ഞാൽ നേരെ ഇത് ഇവിടെ എത്തി ഇതിൻ്റെ ഉള്ളിൽ. ഇനി ഇത് പോരാൻ പാടില്ല, അത്രയും സ്ട്രോങ്ങിലാണ് നമ്മളിത് ഫിക്സ് ചെയ്തിട്ടുള്ളത്. ഇത് ഉരുകി ഇവിടെ ഒട്ടിപ്പിടിച്ച് അത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് വെച്ചിട്ടോ ഏത് വെച്ചിട്ടാണെങ്കിലും നമുക്ക് ഇത് ചെത്തിക്കളയാം. അപ്പോൾ സാധനം കറക്റ്റ് നമുക്കിവിടെ ഒരുക്കി ഒട്ടിപ്പിടിച്ച് കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ ഏത് ഫാബ്രിക്കേഷനോ ആര് തുളച്ചാലും നമുക്ക് എന്തില്ല, ഒരു പ്രശ്നമില്ല, തലവേദനയില്ല. ടൈൽസിൻ്റെ ഉള്ളിൽ കൂടെ കറക്റ്റ് നോക്കുക, ഈ ഡൈ നേരെ കുത്തനെ വെക്കുക, അടിച്ചു കൊടുക്കുക. അപ്പോൾ ഡെമോൻ്റെ ഭാഗമായിട്ട് നമ്മൾ 1 ഇഞ്ച് കൂടി ഒന്ന് കട്ട് ചെയ്ത് അടിക്കുകയാണ്. അപ്പോൾ കട്ട് ചെയ്ത് അടിക്കുമ്പോഴാണ് ജസ്റ്റ് നല്ല കട്ടറൊക്കെ ആണെങ്കിൽ ഇത്രയും ഷാർപ്പായിരിക്കണം കട്ടിങ്. 1 ഇഞ്ച് ടൈയും കൂടി നമ്മളിവിടെ ഫിറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ പരിപാടി. നല്ല ചൂടാണെങ്കിൽ പെട്ടെന്ന് കയറിപ്പോവും. ഒരു പേടിയും പേടിക്കണ്ട. പൈപ്പ് പൊട്ടി, മണ്ണിരുന്ന് പൊട്ടി, കോൺക്രീറ്റ് ഇരുന്ന് പൊട്ടി, അങ്ങനത്തെ ഒരു പരാതിയില്ല. വീട്ടിൽ കൂടലിൻ്റെ തലേന്നൊക്കെ പൊട്ടുകയാണെങ്കിൽ പിന്നെ തലവേദന തീർത്താൽ തീരൂല. ഇതാ ഇത്രയാണ് ഇതിൻ്റെ പരിപാടി. ഇനി പെട്ടെന്നാണെങ്കിൽ ആ സമയത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് കണ്ടോ, ഇത് വലിച്ചെടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, വീണ്ടും വേണമെങ്കിൽ അവിടെ തന്നെ ചെയ്യാം. അതായത് സംശയം തോന്നി തെറ്റിപ്പോയി എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു ഓപ്ഷൻ. ഇനിയിപ്പോൾ ഇത് നമുക്ക് പൊട്ടിക്കഴിഞ്ഞാൽ ഒരു 10 സെക്കൻഡ് കഴിഞ്ഞാൽ ഇവിടെ മെൽറ്റായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് നമ്മൾ നേരത്തെ വെച്ചിട്ടുണ്ട് കേട്ടോ, പൈപ്പ് റഞ്ച് എടുത്ത് ഊരാൻ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ട്രയൽ അടിച്ച് നോക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് PPRനെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾക്ക് അതായത് നമ്മളെ സാധാരണ ആളുകൾ ഇതുകൊണ്ടാണ് ഇപ്പോൾ ചുറ്റിക്ക് പിടിയിടുന്നത്. ഈ ചുറ്റിക്ക് പിടിയിടുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ PPR പൊട്ടൂല, ആ ഒരു വിശ്വാസമുണ്ട്. PPR പൈപ്പ് പൊട്ടൂല, അതുകൊണ്ട് ചുറ്റിക്ക് പിടിയിടും. അപ്പോൾ ഈ ചുറ്റിക്ക് പിടിയിടുന്ന നമുക്ക് എന്തുകൊണ്ട് ഈ പൈപ്പ് എടുത്തിട്ട് പ്ലംബിങ് ചെയ്തുകൂടാ? അപ്പോൾ അത്രയും ഒരു കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് എടുത്ത് നമുക്ക് ചെയ്താൽ നമുക്ക് ഒരു റിസ്ക് ഒഴിവാക്കാം. ക്ലയൻറ്റിന് ഭാവിയിലുള്ള ഡിഫക്റ്റുകൾ, മാനുഫാക്ചറിങ് ഒക്കെ പൊട്ടൽ ചീറ്റൽ ഇതൊക്കെ ക്ലയൻറ്റിന് നമുക്ക് ഒഴിവാക്കാം. പിന്നെ CPVCൻ്റെ ഒരു തുല്യതയിലുള്ള റേറ്റ് ഇതിനും വരുന്നുള്ളൂ. അപ്പോൾ കൂടി പോയി കഴിഞ്ഞാൽ 2-3 രൂപേൻ്റെ വ്യത്യാസം ഉണ്ടാവും. SDR 9 നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ 9നെക്കാട്ടിയും വില കുറവാണ് ഈ പിന്നെ PN20 KPTൻ്റെ ഈ പൈപ്പിന് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് മുതൽ നിങ്ങൾ വർക്ക്
അതിന് വേണ്ട പരിപാടികൾ നോക്കുക. നിങ്ങൾക്ക് ഏത് ഏരിയയിലാണ് ഇതിൻ്റെ ട്രെയിനിങ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ചെയ്തു തരും. നമുക്ക് എന്തായാലും അവരോട് പറയാം. അവർ റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർ ടെസ്റ്റ് മെറ്റീരിയലായിട്ട് വന്നിട്ട് നിങ്ങളെ വീട്ടിൽ വന്നിട്ട് അവർ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള ട്രെയിനിങ് ക്ലാസ് അവർ തരും. നമ്മളെ CPVC ഒക്കെ ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഊരിയാലൊക്കെ കിട്ടും, അല്ലെങ്കിൽ പൊട്ടുമൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ ഇതെന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. എൻ്റെയും ഫസ്റ്റ് ട്രയലാണ്. ഞാനിത് ഇതുവരെ നോക്കിയിട്ടില്ല. ഒരിക്കലും ഇത് ഊരാൻ കഴിയില്ല. ഇതിങ്ങനെ ഈ ബാറായി കളിക്കുക എന്നല്ലാതെ കേട്ടോ, നമ്മൾ ഈ പൈപ്പ് റഞ്ച് പിടിച്ച ഈ ഭാഗം ഒന്ന് അടിയിൽ നിന്നൊന്ന് പിടിച്ചു നോക്കാം. ഇങ്ങനെ കൊണ്ട് കൊണ്ടുവന്നിട്ട് കണ്ടോ, ഇങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് ഇത് നമുക്ക് ഇങ്ങനെ കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ കിട്ടലല്ലേ. അപ്പോൾ ഇതെടുത്ത് ചെയ്യാൻ എത്രയും പെട്ടെന്ന് അടുത്ത നിങ്ങളുടെ അപ്ഡേഷൻ എന്ന് പറയുന്നത് PPRലേക്ക് മാറുക. വേറെ ഒരു ഓപ്ഷൻ ഇല്ല. CPVCൻ്റെ കാലം നമുക്ക് കഴിഞ്ഞു എന്ന് തന്നെ പറയാം. അതായത് 85-90 ഡിഗ്രി ഹീറ്റ് ഇത് താങ്ങും. അപ്പോൾ CPVC താങ്ങാതെ അല്ല, താങ്ങും. പക്ഷേ അത് നമുക്ക് പുറത്ത് ഔട്ട്സൈഡ് ആണെങ്കിൽ അത് എന്തായാലും വളയും. അപ്പോൾ ഇതിനെ നമുക്ക് വിശ്വസിച്ചെടുക്കാം. ബ്രേക്ക് ആവില്ല, പൊട്ടൂല എന്നുള്ളത് 100% ഉറപ്പാണ്. പൊട്ടാത്തൊരു മെറ്റീരിയലാണ്. ഇതിന് മുമ്പ് ടെസ്റ്റ് ചെയ്തിട്ടുള്ളതുമാണ്. അപ്പോൾ പ്രൊഡക്റ്റ് ഇതാണ്, KPT ആണ്. പ്രൊമോഷൻ വീഡിയോ ആയിട്ട് നിങ്ങൾ കാണണ്ടെന്ന് പറയാൻ കാരണം ഞാനൊരു എക്സ്പെരിമെൻ്റാണ്. ഇതിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് ഇതിൻ്റെ ക്വാളിറ്റി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ.